ചേച്ചി ഈശ്വര, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോടാ നിന്നെ? ഏയ് ഇല്ല ചേച്ചി. ആദ്യം അവന്മാരുടെ ഉമ്മാക്ക് പറഞ്ഞു. അന്നേരം ഞാൻ പിച്ചാത്തി എടുത്ത്. അന്നേരം അവന്മാരെന്നെ പിന്നെയും കൈവെക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ്. വാടാ, നിന്നെ ഈ കോലത്തിലാക്കിയത് ഏത് കൊമ്പത്ത് ഓഫീസറായാലും ശരി, അവരോട് നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ബാക്കി കാര്യം. ചേച്ചി വാടാ അങ്ങോട്ടും. അയ്യോ ചേച്ചി വേണ്ട, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ദേ ഈ സാറ് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഇവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാർ ആരാണാവോ ഇവന്റെ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല് ഇവനിങ്ങ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളിയോ മജിസ്ട്രേറ്റുമാര്? നീ മിണ്ടേടാ. അതെ, 6 അടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റെ ഇടം വേണം ആണുങ്ങളായാല്. വാടാ നടക്ക്. ജസ്റ്റ് എ മിനിറ്റ്. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറയണോ? എന്താ ഇപ്പൊ എവിടേക്കാ നിന്റെ ഈ പടപ്പുറപ്പാട്? ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇതാ ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള ഒരൊറ്റ ബാധ്യതയിൽ ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു നോ. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. Then you just listen. ദാ ഇവന്റെ ഈ ദേഹത്ത് കൈയെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലൊരു ഒറ്റത്തിന് വെറുതെ പോകാൻ പോണില്ല. നോക്കിക്കോ. പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും. ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, ഐ എം ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു കോർട്ട്. ഓ ഗോഡ്. എന്താ, എന്ത് പറ്റി ദൈവത്തിന്? അല്ല, കാണാൻ നല്ല ചന്തം. ഏയ് മിസ്റ്റർ, മൈൻഡ് യുവർ. പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം മരുന്നിനെങ്കിലും 1 ഔൺസ് കോമൺ സെൻസ് തന്റെ തലയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാറുന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയതാ പരമ്പുരുഷനോട്. കോമൺ സെൻസ് ഇല്ല നിനക്ക്. കോടതി കയറ്റിയാല് ഏറിയാൽ ഇവനെ തല്ലിച്ചതച്ചവർക്ക് ഒരു താക്കീത്, അതല്ലെങ്കിൽ പിന്നെ പത്രങ്ങളിലെ ഉഷ്ണമാവിന് തണുക്കുവോളം കേസ്, അതിന്റെ ട്രൈയിങ് ടയറിംഗ് ഡെലിബറേഷൻസ്, ഒടുവിൽ സർക്കിളിനെ കുത്താൻ കത്തിയെടുത്ത ജുവനൈൽ ക്രിമിനലിനെ ബീറ്റ് ഇൻ സെൽഫ് ഡിഫൻസ് ഓർ നോട്ട്, ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ വിധിന്യായത്തിൽ ഉദാരമായ വ്യവസ്ഥ. എന്താ അങ്ങനെ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ടോ ഈ പാവത്തിന്? എന്താ നാവ് മരച്ചുപോയത് എനിക്ക്? ആ, തന്റെ പേരെന്താന്നാ പറഞ്ഞത്? പറഞ്ഞില്ല. ഓഹോ, എന്നാലൊന്ന് തിരുവായി മുഴിയണം. പറയടാ, എന്തായി ചേച്ചിയുടെ പേര്? ചേച്ചി. ഓ, അപ്പൊ അതാണ് വിത്ത്. ദേവു പണ്ട് വയനാടൻ ചുരങ്ങളിൽ ആയുധമെടുത്ത് ഷേഖുവേര സ്റ്റൈലിൽ ഗറില്ല വാർഫെയറിന് ഇറങ്ങിപ്പുറപ്പെട്ട ശേഖരന്റെ മകൾ. ജാഗ്രതയുടെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ഒറ്റപുത്രി ദേവിക ശേഖർ അല്ലേ? അച്ഛനെ പരിചയമില്ല, പക്ഷെ കേട്ടറിയും ഒരുപാട്. ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില് വിയ്യൂരിലെ സ്ത്രീ തടവുകാരെ കുറിച്ച് താൻ എഴുതിയ സ്റ്റോറി കാണിച്ചിട്ട് കേരള രശ്മിയിലെ വാര്യരാ പറഞ്ഞത് ഈ ദേവിക ശേഖർ ശേഖരേട്ടന്റെ മകളാണ്. അല്ല, എനിക്ക് ഹേയ്, അങ്ങനെ പറഞ്ഞാ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓട്ടടാ. ആ, പിന്നെ തന്റെ ലേഖനം, ഇറ്റ് വാസ് ബ്രില്യന്റ്, ഹാഡ് എ വെരി റെയർ ബ്രീഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സം വെരി റിബല്യസ് ഇൻസൈറ്റ്സ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്. ആണുങ്ങളെ കുറിച്ച് അവിടെ ചില സ്നൈഡ് റിമാർക്സ്. മുമ്പേ പറഞ്ഞില്ലേ 6 അടി പൊക്കവും ആണത്വവും തമ്മിലൊരു കോറിലേഷൻ, അതുപോലെ ചില ക്ലീഷേ ഒബ്സർവേഷൻസ്. അത് പക്ഷെ നിന്റെ ഈ പ്രായത്തിന്റെ മാറും. ആണിനെ അടുത്ത് പരിചയപ്പെടുമ്പോ അറിയാതെ മാറിക്കോളും. നമുക്ക് മാറ്റിയെടുക്കാം. വീൽ മീ ഓക്കെ. പിന്നെ വി വിൽ മീറ്റ്. ആരടാ ഇയാള്, നിന്റെ ഈ രക്ഷകൻ? ആ, ചോദിച്ചപ്പോ പണ്ട് എന്നെ പോലെ പത്രം വിറ്റ് നടന്ന ഒരാളാന്ന് പറഞ്ഞു. അയ്യടാ, പത്രം വിറ്റ് നടന്ന ആളെ, ചുമ്മാ നമ്പര്. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായല്ലേ? അല്ല, ആളോട് ചെറിയൊരു ഇത് നടക്കങ്ങോട്ട്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാര്യരാണ്. ആ, വരണം മാഷ്. ആ, വന്നോളൂ. വരണം. അല്ല, ദേഹക്ഷതൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഹേയ്, ഇരിക്കാം. വേണ്ട,
ഇരിപ്പ് മുഷിയും അല്ലേടോ? യാ ഐ എം ഓൾ റൈറ്റ്. കേട്ടോ നന്ദഗോപാൽ, അതിന് തരൂ. വസുന്ധര തമ്പിക്ക് ശുദ്ധ വാശി, കൊടുത്തേ തീരൂന്ന്. പാടില്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. പക്ഷെ അത് കാര്യമാക്കാണ്ട് ഇവരെ ഡെസ്കിൽ ഒരു ഹെഡിങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നടന്ന സംഭവങ്ങൾ എന്താ വെച്ചാല് നന്ദൻ തന്നെ ഒന്ന് വിവരിച്ചു കൊടുത്തോളൂ. പ്ലീസ് മിസ്റ്റർ നന്ദൻ, സംഭവത്തിന്റെ ശരിക്കും ഒരു ഫ്രെയിം ടു ഫ്രെയിം അക്കൗണ്ട് അതാ നമുക്ക് വേണ്ടത്. സ്ട്രേറ്റ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത്. ദാ ഈ കുട്ടി കുറിച്ചെടുത്തോളൂ. നോ, വേണ്ടാന്ന് ഞാൻ ബ്യൂറോയിലെ രാമവർമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നാണല്ലോ മാഡം. ബട്ട് നന്ദൻ പ്ലീസ്, ദ സ്റ്റോറി സ്റ്റാൻഡ്സ് സ്കിൽഡ്. ആൻഡ് ലുക്ക്, പത്രസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മഹാവേന്ദ്രന്മാർക്കും പിന്നെ പത്രമുതലാളിമാർക്കും സ്വന്തം വീരകൃത്യങ്ങൾ എഴുതി പൊലിപ്പിക്കുവാനുള്ള വെറും കടലാസായി തരം താണു പോകാൻ പാടില്ല ഒരു പത്രവും. ദാറ്റ്സ് മൈ സ്റ്റാൻഡ്. ദാ കണ്ടില്ലേ, നിലവിളക്ക് കൊളുത്തി തലപ്പന്ത് കളി ഉദ്ഘാടനം, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് ബേസ്ഡ് ഈർക്കിലി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബൂത്ത് തല സമ്മേളനം. ഇങ്ങനെ എന്തിന്റെങ്കിലുമൊക്കെ പേരിൽ സ്വന്തം മോന്തായം ദിവസവും പത്രത്തിൽ അച്ചടിച്ചു വരണമെന്ന് രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ പോലെ നമ്മളും ദുർവാശി പിടിച്ചാലുണ്ടല്ലോ മാഡം. ഇനി അങ്ങനെ കൂടി അധപ്പതിച്ചു പോവും കേരളരശ്മി. ഇന്ന് ഏതായാലും ഭാഗ്യം, ദാ നരേന്ദ്രന്റെ മോന്തയ്ക്ക് പകരം അമേരിക്കൻ പ്രസിഡന്റിന്റെ പട്ടിയുടെയും പിന്നീട് സിംഹവാലിന്റെയും പടമാ ഇന്നത്തെ രാഷ്ട്രഭൂമിയുടെ ഫ്രണ്ട് പേജിൽ പ്രോമിനന്റ്. ദൈവാധീനം. സോ ആസ് ഐ സെഡ് മാഡം, ദ സ്റ്റോറി സ്റ്റാൻഡ്സ് സ്കിൽഡ്. കുട്ടി പോയിക്കോളൂ. സർ, ബട്ട് മിസ്റ്റർ നന്ദൻ, യെസ്, can I ask you a personal question? ലൈക്ക് ലൈക്ക് ദാ ഇന്നത്തെ സംഭവം. ആരും അല്ലാതെ റോഡിൽ പത്രം വിറ്റ് നടക്കുന്ന ഒരു തെണ്ടി ചെക്കിന് വേണ്ടിയിട്ട് മിസ്റ്റർ നന്ദനെ പോലെ സോഷ്യലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാള്, അതും പബ്ലിക്കായിട്ട് പോലീസിനോട് ഒരു ഫിസ്റ്റ് ഫൈറ്റിന് നിൽക്കാന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ ഈ അസോസിയേറ്റ് എഡിറ്റർക്ക് ഇത് എന്ത് പറ്റി വസു? ഈസ് ഹി ദിസ് ചീപ്പ് എന്നൊക്കെ വിമൻസ് വേൾഡിലെ വിമലാ ശങ്കർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ശരിക്കും തൊലി ഉരിഞ്ഞുപോയി എനിക്ക്. ആൻഡ് ഐ ഫെൽ സോ അഷെയിംഡ്. ഓ ഐ സീ. ശരിക്കും എന്തിനാ മിസ്റ്റർ നന്ദൻ ഈ കണ്ട സ്ട്രീറ്റ് ഏർച്ചൻസിനോടൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്? എന്തിനാ നന്ദൻ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഇൻഡിഗ്നേഷൻ? മാഡം ദാ ഇപ്പൊ പറഞ്ഞില്ലേ, ആരുമല്ലാത്തവൻ വെറുതെ പത്രം വിറ്റ് നടക്കുന്ന തെരുവ് തണ്ടി എന്നൊക്കെ. യാ പറഞ്ഞു. ഈ വിഭൂഷണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ എടുത്തണിഞ്ഞാൽ അത് മറ്റേതൊരാളെക്കാളും യോജിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മാഡം എനിക്ക്. ഓ മൈ ഗോഡ്. യെസ് മാഡം, ഹിജറകളും ഹുക്കേഴ്സും ഹയർ ടഗുകളും പെഡ്ലേഴ്സും പിന്നെ പേരറിയാത്ത ഒരുപാട് പിമ്പുകളും പ്രമാണിമാരുമെല്ലാം ഒരുമിച്ചൊഴുകുന്ന ബോംബെ മഹാനഗരത്തിലെ ട്രാഫിക് ജാമുകളിൽ ഒരു തെരുവ് തെണ്ടിയുടെ ജന്മം എടുത്ത് നിന്നിട്ടുണ്ട് നന്ദഗോപാൽ. ഉവ്വ് മാഡം, മറാത്ത ദൈനിക് സമാചാറിന്റെയും ഹിന്ദുസ്ഥാൻ ജാഗരണിന്റെയും ബോംബെ ക്രോണിക്കലിന്റെയും ട്രൂ ലൈഫിന്റെയും എല്ലാം കോപ്പികൾ ദാ ഇങ്ങനെ വാരി അടുക്കി പിടിച്ച് തലക്കെട്ടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് തെരുവുകൾ തോറും ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് നന്ദൻ. ആസ് എ ന്യൂസ് പേപ്പർ ബോയ്, ആസ് എ സ്ട്രീറ്റ് ഏർച്ചൻ. എന്താ അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മാഡത്തിന് എന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനത്ത്? ഏയ് നോ മിസ്റ്റർ നന്ദൻ, നിങ്ങൾ വെറുതെ തമാശയ്ക്ക് യു ആർ ജസ്റ്റ് ട്രൈയിങ് ടു ഫൂൾ മീ. ഐ വുഡന്റ് ബിലീവ് യു. But then you have to. And if it still does pester you, madam, mind you, അങ്ങനെ ഒരു ഭൂതകാലം അനുഭവിച്ചറിഞ്ഞവന് ഇന്നത്തെ പോലൊരു സീനിൽ വന്ന് പെട്ടാൽ ചിലപ്പോൾ നിയന്ത്രണം അറ്റൂന്ന് വരും, ഒരുപക്ഷെ അറിയാതെ പൊട്ടിത്തെറിച്ചു വരും. അക്രമം ചെയ്യുന്നത് എത്ര വലിയ അധികാര സ്ഥാനത്തുള്ളവനായാലും അറിയാതെ അവന്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചു വരും നന്ദൻ. So does that explain the indignation part? No, I just don't want to believe this, and I swear I wouldn't ever. And madam, just one more thing. Yes? Is he so cheap എന്ന് വിളിച്ചു ചോദിച്ച് തൊലിയുരിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്താ അവളുടെ പേര്? വിമലാ ശങ്കർ, വിമൻസ് വേൾഡ്. ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കണം ഈ നന്ദഗോപാലിന്റെ ഒരു പൂർവ്വകാല ചരിത്രം വളരെ വഷളാണ് എന്ന്. Or shall I call her straight? അയ്യോ വേണ്ട. Then please.